ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 11-ാം തീയതി നടന്ന 10th പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിൻ്റെ കട്ട് ഓഫ് അനാലിസിസ്, അതുപോലെ തന്നെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, നോർമലൈസേഷൻസ് ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും നടക്കുക എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10ാം ക്ലാസ് യോഗ്യതയുള്ള തസ്തികകളിലേക്ക് PSC നടത്തിയ പ്രിലിമിനറി പരീക്ഷയുടെ 2ാം ഘട്ട എക്സാമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ജനുവരി 11. ഓഫീസ് അറ്റൻഡൻറ്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള PSCയുടെ 2ാം ഘട്ട 10th പ്രിലിമിനറി പരീക്ഷയാണ് നടന്നത് ജനുവരി 11-ാം തീയതി. ആദ്യഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഉയർന്ന നിലവാരമാണ് പുലർത്തിയത് എന്നാണ് തൊഴിൽ രീതിയിൽ വന്ന ന്യൂസ്. പൊതുവിജ്ഞാന മേഖലയിലെ 20ഓളം ചോദ്യങ്ങൾ മികച്ച നിലവാരം പുലർത്തിയവയായിരുന്നു. ഇവയിൽ പലതും നന്നായി തയ്യാറെടുത്തവരെ പോലും വട്ടം കറക്കി. ഭൂമിശാസ്ത്രത്തിലെ ചില ചോദ്യങ്ങൾ +2 നിലവാരത്തിലേക്കെത്തി. ചരിത്രവും ഭരണഘടനയും പൊതുവെ എളുപ്പമായ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കാര്യമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ശാസ്ത്ര വിഭാഗത്തിലെ ഏതാനും ചോദ്യങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തി. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ എണ്ണം ഇത്തവണ 20-ൽ താഴെ നിന്നു. ശരാശരിക്കാർക്ക് പോലും 15-16 മാർക്ക് നേടാവുന്ന നിലവാരമുള്ള കണക്ക് ക്വസ്റ്റ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ വക്ക അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയേതെന്ന് കണ്ടെത്തുക. അതെല്ലാവർക്കും ഏത് വക്ക അബ്ദുൽ ഖാദർ എന്നൊരു സംശയം ഉണ്ടാക്കി കാണും. അത് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരും അത് തന്നെ ആയിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാണും. അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? അതൊരു റാങ്ക് മേക്കിംഗ് ആണ്. അസ്സാം ഹിമാലയൻ പർവ്വതങ്ങൾ ഉയരം കൂടിയത്, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം എന്നിവ വേറിട്ട ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ബാക്കി പൊതുവേ എല്ലാവർക്കും ഒരുപോലെയൊക്കെ നിൽക്കുന്ന ഒരു എക്സാം ആയിരുന്നു. മാത്സിലെ ചോദ്യങ്ങൾ മാത്സ് അത്യാവശ്യം അറിയാവുന്നവർക്ക് ഫുൾ മാർക്കും മേടിക്കാവുന്ന, ഡിലീഷനൊന്നും ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു ആവറേജ് പഠിക്കുന്ന ഒരു പാറ്റേണൊക്കെ 10th പ്രിലിമിനറിയുടെ പാറ്റേൺ പഠിച്ചു പോയവർക്ക് 15-16 ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവയായിരുന്നു. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 55-65 ആയിരിക്കും എല്ലാവരുടെയും ഒരു റേഞ്ച് എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ആ റേഞ്ചിലായിരിക്കും വന്ന് കിടക്കുന്നത്. പക്ഷേ കട്ട് ഓഫ് തൊഴിൽ വീതിയിൽ പറയുന്നത് 64 മുതൽ 70 വരെയാണ്. നമുക്കറിയാം മെയിൻ എക്സാമുകളൊന്നും അല്ല ഈ 10th പ്രിലിമിനറിയിൽ വരുന്നത്. ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരുപാട് അങ്ങ് താഴില്ല. വേക്കൻസികൾ കുറഞ്ഞ പോസ്റ്റിലേക്കാണ് ഇപ്പം നടന്ന 10th പ്രിലിമിനറി എക്സാം നടക്കുന്നത്. പിന്നെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് കുറച്ചൊരു ടഫായിരുന്നു. ഒരുപാട് ടഫെന്നൊന്നും പറയാൻ പറ്റില്ല. വേറിട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം പൊതുവേ കുറവായിരിക്കും. പിന്നെ അത് അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം ഒരുപാടങ്ങ് കുറവെന്നും പറയാൻ പറ്റില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഈ 10th പ്രിലിമിനറി വന്ന് എഴുതുന്നത്. അതുകൊണ്ട് കട്ട് ഓഫ് അങ്ങ് താഴുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഈ റേഞ്ചിൽ തന്നെ വരും. ഇനി നോർമലൈസേഷൻ വഴി ചിലപ്പം ഈ സ്റ്റേജിന് ഇനി 4 സ്റ്റേജും കഴിഞ്ഞേ നമുക്ക് പറയാൻ പറ്റും ഈ സ്റ്റേജിന് ആണിക്കുമോ കൂടുതൽ അഡീഷൻ വരുന്നതാണ്. ഇനി നടക്കാൻ പോകുന്ന സ്റ്റേജുകളിൽ ഇതിലും ടഫാണെങ്കിൽ അവർക്ക് ചിലപ്പം കൂടുതൽ കുറച്ച് മാർക്ക് അധികം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 4 സ്റ്റേജും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു കട്ട് ഓഫ് പറയാൻ സാധിക്കൂ. നോർമലൈസേഷൻ എന്നൊരു ഫാക്ടർ കിടക്കുന്നതുകൊണ്ട് എന്നത്തെയും പോലെ തന്നെ പല ഘട്ടങ്ങൾ പല രീതിയിലുള്ളത് തന്നെയായിരിക്കും. PSCയിൽ നിന്ന് നമുക്ക് അതന്നെയല്ലേ മുൻ അനുഭവങ്ങൾ. അതുകൊണ്ട് കട്ട് ഓഫ് നമുക്ക് അത് വന്നതിന് ശേഷം തീരുമാനിക്കാം. എല്ലാ എക്സാമും കഴിയട്ടെ, നോർമലൈസേഷൻ വരട്ടെ. ഇനിയും എക്സാം കിടക്കുന്ന സാഹചര്യത്തിൽ 2 എക്സാം വെച്ചിട്ട് നമുക്കൊരു കട്ട് ഓഫ് എന്തായാലും പറയാൻ സാധിക്കില്ല. ഇനി നമുക്ക് മെഗാ വിജ്ഞാപനമാണ് 2025 തുടക്കത്തിൽ തൊട്ട് വന്നിരിക്കുന്നത്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റുകൾ നോക്കി വയ്ക്കുക. 471/2027 ഫയർ ആൻഡ് റെസ്ക്യൂ, 472/2027 ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ, 510/2027 SC പോസ്റ്റ്, വുമൺ സിവിൽ പോലീസ് ഓഫീസർ 582/2024 പോലീസ് കോൺസ്റ്റബിൾ മെൻസിന് വേണ്ടി 583/2024 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 576/2024. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക. ഇനി സമയം വൈകിക്കാതിരിക്കുക. ജനുവരി 13 അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോയൊക്കെ 10 വർഷമായിട്ട് അപ്ഡേറ്റഡ് ആയ ഫോട്ടോയാണോ കിടക്കുന്നതെന്ന് നോക്കുക. പിന്നെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ ക്വാളിഫിക്കേഷൻസൊക്കെ ആഡ് ചെയ്യാനുണ്ടോ, ആഡ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും തിരുത്തുകളുണ്ടോ എല്ലാം നോക്കി എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ കോൺസ്റ്റബിൾ, വുമൺ പോലീസ് കോൺസ്റ്റബിളിലും ഒക്കെ നമ്മുടെ ഹൈറ്റൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് മെഷർ ചെയ്ത് എല്ലാവരും കറക്റ്റായിട്ട് അത് അപ്ലോഡ് ചെയ്യുക.
അടുത്ത് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക. വുമൺ പോലീസ് കോൺസ്റ്റബിളിനാണ് നിങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവുക. ഇനി 6 മാസത്തിനുള്ളിൽ നമുക്കൊരു എക്സാം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇനി സമയം വളരെ കുറവാണ്. അതല്ല കമ്പനി ബോർഡ് LGSനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതിനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവുക. 2025 നിങ്ങളുടേതാണ് എന്ന പ്രതീക്ഷയിൽ തന്നെ പഠിക്കുക. ഈ എഴുതുന്ന എക്സാമുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉറപ്പായും വീണിരിക്കും. അതായിരിക്കണം നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയേണ്ടുന്നത്. അപ്പം PSC ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ, വിജയാശംസകൾ. നന്ദി.